സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും യെല്ലോ അലർട്ടാണ്. മലയോര മേഖലകളിൽ അതീവ ജാഗ്രത തുടരണമെന്നാണ് നിർദ്ദേശം. പത്തനംതിട്ടയിൽ നഗരമേഖലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മലയോര മേഖലയിൽ മഴ തുടരുകയാണ്. അച്ചൻകോവിലാറിൽ ജലനിരപ്പ് ഉയർന്നു. 33 ക്യാമ്പുകളിലായി 680 പേരെ മാറ്റിപ്പാർപ്പിച്ചു. നിയന്ത്രണങ്ങളോടെ ആറന്മുള വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കമാകും. ആളിയാർ ഡാമിന്റെ 5 ഷട്ടറുകൾ 15 സെന്റിമീറ്റർ വീതം ഉയർത്തി. സെക്കൻഡിൽ 1170 ഖനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുന്നത്. കോഴിക്കോട് മലയോര മേഖലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. തോട്ടുമുക്കം ചേലുപ്പാറ കോറിക്ക് സമീപം ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. കോട്ടയം കൂട്ടിക്കൽ വെമ്പാലം മുക്കളത്തുണ്ടായത് മലവെള്ളപ്പാച്ചിലാണെന്ന് റവന്യൂ അധികൃതർ സ്ഥിരീകരിച്ചു. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നൊഴിച്ചാൽ മറ്റനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനും കോഴിക്കോട് നിന്ന് ഗുലാൻ നബി ആസാദും പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയുമാണ് ഇപ്പോൾ ചേരുന്നത്. ആദ്യം പ്രസാദിലേക്ക്. പ്രസാദ്, പാലക്കാട് മേഖല പൊതുവെ എങ്ങനെയാണ്? അവിടുത്തെ അണക്കെട്ടുകളുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു അണക്കെട്ട് 15 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുകയാണ്. മറ്റണക്കെട്ടുകളുടെ അവസ്ഥ എങ്ങനെയാണ്? എന്താണ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ? കിരൺ, പാലക്കാട് ആളിയാർ ഡാമിന്റെ ഷട്ടറുകൾ 5 ഷട്ടറുകൾ 15 സെന്റിമീറ്റർ വീതം തുറന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് 4 മണിക്ക് 5 ഷട്ടറുകൾ 9 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയെങ്കിൽ 1 മണിക്കൂറിനകം തന്നെ അത് കൂടുതൽ ഉയർത്തേണ്ട സാഹചര്യം ഉണ്ടായി. ആ മേഖലയിൽ കനത്ത മഴ തുടരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് പാലക്കാട്ടെ മലയോര മേഖലകളിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. നെല്ലിയാമ്പതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസത്തെ അത്ര ശക്തമല്ല എന്നുള്ളതാണ് പ്രദേശത്തു നിന്നും കിട്ടുന്നത്. അവിടെ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. നെല്ലിയാമ്പതി ചുരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുകയും പിന്നീട് പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മുകൾ ഭാഗത്ത്, അത് നെല്ലിയാമ്പതി പ്രദേശത്ത് ഇപ്പോഴും പല സ്ഥലങ്ങളും മണ്ണിടിച്ചിലും ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുകയുമാണ്. അവിടെ പല എസ്റ്റേറ്റുകളിലേക്കും പോകുന്ന റോഡുകളിലെല്ലാം തന്നെ മണ്ണ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അട്ടപ്പാടി പോലെയുള്ള സ്ഥലങ്ങളിലും മഴയുണ്ടെങ്കിലും അത്രത്തോളം നാശനഷ്ടങ്ങളില്ല എന്നുള്ളതാണ്. അട്ടപ്പാടി ചുരത്തിൽ മാത്രമാണ് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത്. ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴയ്ക്ക് കുറവുണ്ട്. ശരി, പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ കൂടി ചേരുന്നുണ്ട്. ശശി, പത്തനംതിട്ടയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുന്നു എന്നാണ് നേരത്തെയും ശശി റിപ്പോർട്ട് ചെയ്തത്. ജലനിരപ്പ് പല നദികളിലും അപകടകരമായ രീതിയിൽ ഉയർന്നു നിൽക്കുകയുമാണ്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? കിരൺ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മലയോര മേഖലയിൽ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. അതേസമയം നഗരപ്രദേശങ്ങളിൽ ആകാശം മേഘാവൃതമാണ്. അച്ചൻകോവിൽ നദിയിലെ ജലനിരപ്പ് ഇപ്പോൾ ഉയരുകയാണ്. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ ഈ തീവ്ര മഴ മറ്റ് മേഖലകളിൽ വനമേഖലയിൽ മഴ പെയ്യുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കല്ലേരി, വയക്കര തുടങ്ങിയ അച്ചുകാലാറിന്റെ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. നദിയിലെ ജലനിരപ്പ് ഓരോ സെക്കൻഡ് കഴിയും തോറും ഉയരുന്നൊരു സ്ഥിതി ഇപ്പോൾ അച്ചുകാലാറിനുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളാണ് ഈ കാരണത കൊണ്ട് ആശങ്കയുണ്ടാക്കുന്നത്. തിരുവല്ല, അപ്പർക്കുട്ടനാട് മേഖലകളിലൊക്കെ സ്വാഭാവികമായും ഈ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ 35 ക്യാമ്പുകളാണ് പുതുതായിട്ട് തുറന്നിട്ടുള്ളത്. 206 കുടുംബങ്ങളിലായി 708 പേരെ ഇന്നലെ കൊണ്ട് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. സീതത്തോടെ ഒരു വിള്ളൽ, മുണ്ടോൻപാറയിൽ ഒരു വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഉരുൾപൊട്ടിയ സ്ഥലമാണ്. ഇതിന്റെ ആശങ്കയുടെ ഭാഗമായി അവിടുത്തെയും കുടുംബങ്ങളെയും ഇപ്പോൾ തൊട്ടടുത്ത സ്കൂളുകളിലേക്ക് മാറ്റിയതായ വിവരം കൂടി ലഭിക്കുന്നുണ്ട്. പമ്പയും മണിമലയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അപകട നിലയിൽ തന്നെയാണ് തുടരുന്നത്. ഈ 3 നദികളുടെയും വെള്ളം ഇത്തരത്തിൽ ക്രമാതമായി ഉയരുകയാണെങ്കിൽ ഒരുപക്ഷെ ജലനിരപ്പ് ഉയർന്നാൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആറന്മുള, അതുപോലെ തന്നെ ചെങ്ങന്നൂർ അടക്കമുള്ളവർ, തിരുവല്ല, അപ്പർക്കുട്ടനാട്, നിരണം, കടപ്ര തുടങ്ങിയ മേഖലകളിലൊക്കെ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകാനും ഈ വീടുകളിൽ വെള്ളം കയറാനും സാധ്യതയുണ്ട്. മഴ ഈ നഗരപ്രദേശങ്ങളിൽ കുറവാണെങ്കിൽ പോലും മേഘാവൃതമായ അന്തരീക്ഷമാണ്. തീവ്ര മഴ ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പിന്റെ ഭാഗമായി ജാഗ്രത തുടരുകയാണ്. ഇത് തന്നെയാണ് ആശങ്ക ഉണ്ടായിരിക്കുന്നത്. ജലനിരപ്പ് ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴ പെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഓരോ സെക്കൻഡ് കൂടുന്തോറും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം അച്ചുകാട്ടിലുണ്ട്. എന്തായാലും കനത്ത ജാഗ്രതയും അതുപോലെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം രക്ഷാപ്രവർത്തനം നടന്നതിനുള്ള കാര്യങ്ങളെല്ലാം ജില്ലയിൽ സജ്ജമാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു ആശങ്ക ഇപ്പോൾ ജലനിരപ്പ് ഉയരുന്ന ആശങ്ക തുടരുന്നുണ്ട്. കിരൺ, കോഴിക്കോട് മുക്കത്ത് നിന്ന് ഗുലാൻ നബി ആസാദ് കൂടി ചേരുന്നുണ്ട്. ഗുലാൻ നബി ആസാദ്, കൂട്ടിക്കൽ വെമ്പാല മുക്കളത്ത് രാവിലെ ഉരുൾപൊട്ടലാണോ എന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ മലവെള്ളപ്പാച്ചിലാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്ത വന്നത് തോട്ടുമുക്കം ഭാഗത്തു നിന്നാണ്. തോട്ടുമുക്കം ചേലുപ്പാറ കാറയ്ക്ക് സമീപം ഉരുൾപൊട്ടിയതായുള്ള സംശയം. അത് എന്താണ്, ഉരുൾപൊട്ടൽ തന്നെയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? കിരൺ, പ്രദേശത്തേക്ക് ഇപ്പോൾ ആളുകൾ പോയിട്ടേ ഉള്ളൂ. കുറച്ച് മലയോര മേഖല ആയതുകൊണ്ട് തന്നെ വിവരങ്ങൾ അറിയാൻ അല്പസമയത്തിനുള്ളിൽ അറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ശക്തമായ മലവെള്ളപ്പാച്ചിൽ അനുഭവപ്പെട്ടത്. ചേലുപ്പാറ കോറിക്ക് സമീപമുള്ള തോട്ടുമുഖത്തെ ചേലുപ്പാറ കോറിക്ക് സമീപമുള്ള തോട്ടിലാണ് ശക്തമായ മലവെള്ളപ്പാച്ചിൽ അനുഭവപ്പെട്ടത്. ഇതേ തുടർന്നാണ് നാട്ടുകാർ ഈ പ്രദേശത്ത് പരിശോധന നടത്തുകയും രാത്രിയിൽ ആ പ്രദേശത്തേക്ക് കഴിയാത്തത് കൊണ്ട് തന്നെയാണ് എന്താണ് ഈ മലവെള്ളപ്പാച്ചിലാണോ മറ്റ് വല്ലതുമാണോ എന്നുള്ള വിവരം രാത്രിയിൽ അറിയാൻ കഴിയാത്തത്. ഇപ്പൊ ഇന്ന് കാലത്ത് തന്നെ ആളുകൾ ആ പ്രദേശത്തേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ശരി. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും അത് കുട്ടിക്കൽ വെമ്പാല മുക്കുളത്തുണ്ടായത് മലവെള്ളപ്പാച്ചിലാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു അല്ലേ? ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരം അതുതന്നെയാണ്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ 2 യൂണിറ്റ് ഇന്നലെ രാത്രി തന്നെ അവിടേക്ക് പോയിരുന്നു. അവിടെ നടത്തിയ പരിശോധനയിലാണ് ഉരുൾപൊട്ടലല്ല ഉണ്ടായിട്ടുള്ളത്, മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. അതായത് ശക്തമായ മഴയാണ് ഈ മേഖലകളിൽ രാത്രിയിൽ പെയ്തിട്ടുള്ളത്. മലകളിലൊക്കെ വലിയ മഴ പെയ്തതോടുകൂടി ആണ് നദിയിലേക്ക് വലിയ തോതിൽ വെള്ളമൊഴുക്ക് എത്തിയത്. കുട്ടിക്കൽ ചപ്പാത്തൽ പാലത്തിന് താഴെ വരെ വെള്ളം ഉയരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സമാനമായ സ്ഥിതിയാണ് ഇപ്പുറത്ത് മീനച്ചിലാറിന്റെ മുകൾ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് തീക്കോയ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വെള്ളം ഉയർന്ന സാഹചര്യം തന്നെയാണ് മീനച്ചിലാറ്റിൽ ഉള്ളത്. ഒരുപക്ഷെ റോഡിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യത പോലും ഉണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് വാർണിംഗ് നിലയ്ക്ക് മുകളിലേക്ക്, മുന്നറിയിപ്പ് നിലയ്ക്ക് മുകളിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട് ഈ പല മേഖലകളിലും. ഈരാറ്റുപേട്ട, പാല അടക്കമുള്ള മേഖലകളിലും എത്തിയിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഈ മേഖലയിലൊക്കെ എടുത്തു പറയാനുള്ളത്. എന്തായാലും ജലനിരപ്പ് വീണ്ടും ഉയരുന്നത് ആശങ്ക തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉരുൾപൊട്ടലിനുള്ള സാധ്യത ഈ മേഖലയിൽ ആകെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ജനങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടും ആശങ്കയും ഒക്കെ ഉളവാക്കുന്ന ഒരു കാര്യം. നിലവിൽ പടിഞ്ഞാറൻ മേഖലയിലാണ് വെള്ളപ്പൊക്കം മൂലം ജനങ്ങൾ കൂടുതൽ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കേണ്ടി വരുന്ന സ്ഥിതി കൂടി ഉണ്ടായിട്ടുള്ളത്. ഇല്ലിക്കൽ അടക്കമുള്ള മേഖലകൾ, തിരുവാർപ്പ്, കുമരകം, ഐമനം പഞ്ചായത്തുകളുടെ വിവിധ മേഖലകൾ, ഒപ്പം തന്നെ വൈക്കത്ത് വിവിധ മേഖലകളൊക്കെയും വെള്ളത്തിനടിയിലാണ് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നിലവിൽ ഈ ഉരുൾപൊട്ടലല്ല എന്ന് സ്ഥിരീകരിച്ചത് അല്പം ആശ്വാസത്തിന് കാരണമായിട്ടുണ്ട്. പക്ഷെ മണിമലയാറ്റിലാണ് ജലനിരപ്പ് ഇതുമൂലം ഉയർന്നത്. ഇത് സ്വാഭാവികമായും പത്തനംതിട്ടയുടെ തിരുവല്ല പോലുള്ള മേഖലകളിലേക്ക് കൂടി ഈ വെള്ളം ഒഴുകിയെത്താനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കിരൺ. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കേരള കോൺഗ്രസ് വോട്ടുകൾ പോലും ലഭിക്കാത്തതാണ് ജോസ് കെ മാണിയുടെ പാലയിലെ തോൽവി കാരണമെന്ന് CPI. കോട്ടയം ജില്ലാ ഘടകത്തിന്റെ പരിശോധനയിലാണ് കണ്ടെത്തലെന്ന് ജില്ലാ സെക്രട്ടറി CK ശശിധരൻ. ജോസ് കെ മാണിയുടെ തോൽവിയിലെ CPM കണ്ടെത്തൽ തള്ളുന്നതാണ് CPIയുടെ നിലപാട്. ജോസ് കെ മാണിയുടെ തോൽവിയുടെ കാരണങ്ങളെക്കുറിച്ച് ചർച്ചകളും കണ്ടെത്തലുകളും കുറെ നടന്നതാണ്. ജോസ് തോറ്റത് സ്വന്തം പാർട്ടിയുടെ വോട്ടുകൾ കിട്ടാത്തതുകൊണ്ടാണെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടി CPI പറയുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ജോസിന് തിരിച്ചടിയുണ്ടായെന്ന് CPI. സ്ഥാനാർത്ഥിയെ കുറിച്ച് അവരുടെ പാർട്ടിക്കകത്ത് തന്നെ, ഇപ്പൊ കേരള കോൺഗ്രസിനകത്ത് തന്നെ പല ആളുകളും, ഇപ്പൊ ഞാൻ ഒന്ന് രണ്ട് പഞ്ചായത്ത്, കടനാട് പഞ്ചായത്ത് ഉൾപ്പെടെ കേരള കോൺഗ്രസിന് വലിയ മുൻതൂക്കമുള്ള പഞ്ചായത്തുകളിൽ പോലും ജോസ് കെ മാണി പറയും. അപ്പൊ കേരള കോൺഗ്രസിന്റെ വോട്ടുകളിൽ തന്നെ, അവരുടെ ബേസിക് ആയിട്ടുള്ള വോട്ടുകളിൽ തന്നെ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇടതുമുന്നണിയിലും ഇഴയെടുപ്പം ഉണ്ടായിരുന്നില്ല. താഴെത്തട്ടിലെ പ്രവർത്തനത്തെ ഇത് കാര്യമായി ബാധിച്ചു. ഞങ്ങളുടെ പാർട്ടി പാലാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടാനിടയായ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചു. ജില്ലാ കൗൺസിൽ തന്നെ പരിശോധിച്ചു. അതിനകത്ത് 2-3 കാര്യങ്ങൾ വ്യക്തമായി നമുക്ക്, ഒന്ന് LDF എന്നുള്ള നിലയിൽ ഉള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ അപര്യാപ്തത അവിടെ നന്നായില്ല. ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഞങ്ങളുടെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. BJP മാണി സി കാപ്പന് വോട്ട് മറിച്ച് നൽകിയതുകൊണ്ടാണ് ജോസ് തോറ്റതെന്നായിരുന്നു CPMന്റെ കണ്ടെത്തൽ. CPMന്റെ ഈ നിലപാട് തള്ളുകയാണ് ഫലത്തിൽ CPI. കേരള കോൺഗ്രസ് മുന്നണിയിലെത്തിയതോടെ ജില്ലയിലെ 2ാം സ്ഥാനം CPIക്ക് നഷ്ടമായിരുന്നു. കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെയുള്ള സീറ്റുകൾ കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുകൊടുക്കേണ്ടിയും വന്നു. നാളെ CPI കോട്ടയം ജില്ലാ സമ്മേളനം ഏറ്റുമാനൂരിൽ തുടങ്ങാനിരിക്കെയാണ് കേരള കോൺഗ്രസ് എമ്മിനെതിരെ തുറന്നടിച്ച് CPI ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. എറണാകുളം അങ്കമാലി അതിരൂപത വൈദികരുടെ യോഗം ഇന്ന്.
ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഭരണ ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ യോഗമാണിത്. കുർബാന ഏകീകരണം, സഭയിലെ ഭൂമി വിൽപ്പന തുടങ്ങിയവരുള്ള എതിർപ്പ് വൈദികർ അറിയിക്കും. ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസിൽ അതിരൂപത കക്ഷി ചേരണമെന്ന ആവശ്യവും ഉന്നയിക്കും. ബിഷപ്പ് ആന്റണി കരിയിലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി രാജിവെച്ചെന്ന കത്തും യോഗത്തിൽ ചർച്ചയാകും. KSRTCയിൽ ഡീസൽ വാങ്ങാൻ പണമില്ലാതെ ഷെഡ്യൂളുകൾ മുടങ്ങുന്നു. വടക്കൻ ജില്ലകളിൽ ഇന്നും സർവീസുകൾ വ്യാപകമായി മുടങ്ങും. ദിവസവരുമാനം ശമ്പളത്തിനായി മാറ്റിയതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. KSRTCയിൽ ജൂൺ മാസത്തെ ശമ്പള വിതരണം ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കാരണം ദിവസവരുമാനവും കുത്തനെ കുറഞ്ഞു. ഇതിനിടെയാണ് ദിവസവരുമാനം പൂർണ്ണമായും ശമ്പള വിതരണത്തിനായി മാറ്റിയത്. ഇതോടെ ഡീസലില്ലാതെ ട്രിപ്പുകൾ മുടങ്ങി. ഇന്നലെ വരെ KSRTCയുടെ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന യാത്രാ ഫ്യൂവൽ പമ്പുകളിൽ നിന്ന് കടമായി ഇന്ധനം നൽകിയതിനാൽ തെക്കൻ കേരളത്തിലെ ഷെഡ്യൂളുകളെ കാര്യമായി ബാധിച്ചില്ല. വടക്കൻ ജില്ലകളിൽ മാത്രമായിരുന്നു ഷെഡ്യൂളുകൾ മുടങ്ങിയത്. പക്ഷേ ഇന്നു മുതൽ വ്യാപകമായി ഷെഡ്യൂളുകൾ മുടങ്ങാനാണ് സാധ്യത. യാത്രാ ഫ്യൂവൽസിൽ 2 ദിവസത്തെ കുടിശ്ശിക നൽകാനുണ്ട്. അതിനാൽ കൂടുതൽ ഇന്ധനം കടമായി ലഭിക്കില്ല. ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെയുള്ള ദീർഘദൂര സർവീസുകൾ റദ്ദാക്കരുതെന്നാണ് ഡിപ്പോകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം. അട്ടപ്പാടി മധു കേസിൽ ഇന്ന് 2 സാക്ഷികളെ വിസ്തരിക്കും. സാക്ഷികൾക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടും കേസിൽ കൂറുമാറ്റം തുടരുന്നത് പ്രോസിക്യൂഷനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. 23-ാം സാക്ഷി ഗോകുൽ, 24-ാം സാക്ഷി മരുതൻ എന്നിവരെയാണ് ഇന്ന് വിസ്തരിക്കുക. കേസിൽ ഇതുവരെ 11 സാക്ഷികൾ കൂറുമാറി. 22-ാം സാക്ഷി ഇന്നലെ ഹാജരായിരുന്നില്ല. സാക്ഷികൾക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടും കൂറുമാറ്റം തുടരുന്നത് പ്രോസിക്യൂഷനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ മാസം വിസ്താരം പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. ഈ കേസിൽ ഈ മാസത്തിനകം തന്നെ കേസിലെ സാക്ഷികളെ മുഴുവൻ വിസ്തരിച്ച് തീർക്കുവാനുള്ള നടപടിക്രമം കോടതി സ്വീകരിക്കണമെന്നൊരു നിർദ്ദേശം ഹൈക്കോടതി ഭാഗത്തുനിന്നുണ്ടെന്ന് കോടതിയെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സാക്ഷികളെ ഉൾപ്പെടുത്തി ഓരോ ദിവസവും 5 സാക്ഷികളെയും വെച്ച് എല്ലാ ദിവസവും പ്രതിദിനവും വിസ്താരം ഉണ്ടാവുന്നതാണ് കോടതി അറിയിച്ചത്. കൂറുമാറ്റം തടയാൻ കഴിയാത്തതിൽ മധുവിന്റെ കുടുംബം കടുത്ത നിരാശയിലാണ്. പ്രതികൾക്ക് പ്രാദേശിക പിന്തുണയുള്ളതിനാൽ മധുവിന്റെ കുടുംബം ഒറ്റപ്പെട്ട നിലയിലാണ്. പ്രതികൾ സാക്ഷികളെ പണം നൽകി സ്വാധീനിച്ചു എന്നാണ് പ്രോസിക്യൂഷനും മധുവിന്റെ കുടുംബവും ആരോപിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. കടുത്ത തിരക്കിലാണ് കുടുംബശ്രീ പ്രവർത്തകർ. അടുത്ത 10 ദിവസത്തിനുള്ളിൽ 50 ലക്ഷം ദേശീയ പതാകകളാണ് അവർ നിർമ്മിക്കേണ്ടത്. സ്വാതന്ത്ര്യത്തിൻ്റെ 70-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ദേശീയ പതാക നിർമ്മിക്കാൻ കുടുംബശ്രീക്ക് ഈ ഓർഡർ ലഭിച്ചത്. പതാക കോഡിൽ കേന്ദ്രം മാറ്റം വരുത്തിയതോടെയാണ് സംസ്ഥാനത്ത് പതാക നിർമ്മിക്കാൻ കുടുംബശ്രീക്ക് അവസരം കൈവന്നത്. കുടുംബശ്രീക്ക് കീഴിൽ 700ഓളം തയ്യൽ യൂണിറ്റുകളിലെ 4000ഓളം അംഗങ്ങൾ പതാക നിർമ്മാണത്തിൽ സജീവമാണ്. 7 വ്യത്യസ്ത അളവുകളിൽ ഫ്ലാഗ് കോഡ് മാനദണ്ഡ പ്രകാരമാണ് ദേശീയ പതാക നിർമ്മാണം. പ്രതിദിനം 3 ലക്ഷം പതാകകളാണ് നിർമ്മിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തന്നെ പതാകകൾ സ്കൂളുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും എത്തിക്കും. ആറ്റിങ്ങൽ നഗരസഭയിലെ വിഘ്നേശ്വര, നന്മ എന്നീ യൂണിറ്റുകളാണ് തിരുവനന്തപുരത്ത് ആദ്യമായി നിർമ്മാണം ആരംഭിച്ചത്. ഈ ദേശീയ പതാക തുന്നൽ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കുടുംബശ്രീയാണ്. ആറ്റിങ്ങൽ കുടുംബശ്രീ ആദ്യമേ തന്നെ, തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമേ തന്നെ ആറ്റിങ്ങൽ നഗരസഭയാണ് കുടുംബശ്രീയെ കൊണ്ട് ഈ ദേശീയ പതാക തുന്നുന്ന ജോലി നടത്തി വരുന്നത്. വളരെ നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ 2 യൂണിറ്റുകൾ, വിഘ്നേശ്വര എന്നും അതുപോലെ തന്നെ നന്മ എന്നും പറയുന്ന 2 കുടുംബശ്രീ യൂണിറ്റുകൾ ഈ ജോലി ഏറ്റെടുക്കുകയും വളരെ കൃത്യമായി നടത്തി വരികയുമാണ്. അളവ്, നിർമ്മാണ രീതി, തുണി എന്നിവ നിർമ്മാണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് 75-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്കൊരു മെയിൽ വരികയും പിന്നെ നമ്മൾ ഈ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തു. അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. ദേശീയ പതാക തയ്ക്കുന്ന ഒരു ചുമതല നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് വളരെ അഭിമാനമുണ്ട്. അഭിമാനത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. ഈ മാസം 12-നകം എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും പതാക എത്തിക്കണമെന്നാണ് നിർദ്ദേശം. ഹർ ഘർ തിരങ്കയുടെ ഭാഗമായി സംസ്ഥാനത്തെ 45 ലക്ഷം കുടുംബശ്രീ അംഗങ്ങളുടെ വീടുകളിലും ദേശീയ പതാക ഉയർത്തും. ന്യൂസ്
ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തയിലേക്ക്. ശബരിമല നിറപുത്തിരി പൂജകൾ നടന്നു. പുലർച്ചെ 4 ക്ഷേത്രം നടന്നു. 5:40-നും 6 മണിക്കും മധ്യയായിരുന്നു നിറപുത്തിരി ചടങ്ങ്. മഴ ശക്തമായതിനാൽ പമ്പാ സ്നാനത്തിന് അനുമതിയില്ല. സ്വാമി അയ്യപ്പൻ റോഡ് വഴി മാത്രമാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. ചിങ്ങമാസ പൂജകൾക്കായി ഓഗസ്റ്റ് 16-ന് വൈകിട്ട് വീണ്ടും നട തുറക്കും. ഇറ്റലിയിലെ നൊച്ചേരയിലെ സാന്താ മോണിക്ക ദേവാലയത്തിൽ മലയാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിരുനാൾ ആഘോഷിച്ചു. വിശുദ്ധ അൽഫോൺസാമയുടെ നാമധേയത്തിലുള്ള സിറോ മലബാർ ഇടവകയാണ് അൽഫോൺസാമയുടെയും സെബാസ്റ്റിനോസിന്റെയും സംയുക്ത തിരുനാൾ ആചരിച്ചത്. തിരുക്കർമ്മങ്ങൾ ഫാദർ ജോബി ചേർക്കാട്ടിന്റെയും തിരുനാൾ കുർബാന ഡിനോയ് ചേറങ്ങാടിന്റെയും SDVയുടെയും കാർമ്മികത്വത്തിൽ നടന്നു.